നമസ്കാരം. എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും വേണ്ടിയിട്ടില്ല വിജയം അത് CPM-ന് മാത്രമായിരിക്കണം. ഭരണം ഒരിക്കലും ഇടതിന്റെ കൈവിട്ടു പോകാൻ ഇനി അനുവദിച്ചുകൂടാ. ഒരിക്കൽ അത് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഭരണത്തിലേറാൻ ഇടത് നേതാക്കളെ കൊണ്ട് സാധിക്കില്ല. കാരണം ഇതുവരെ ചെയ്തു വെച്ച CPM നേതാക്കന്മാരുടെ കൊള്ളരുതായ്മകൾ കണ്ട് മടുത്തിരിക്കുകയാണ് ജനം. ആ തിരിച്ചറിവ് CPM നേതാക്കൾക്കും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടുതാനും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലം അടുക്കും തോറും ഓരോ പദ്ധതികളും ഓരോ പ്ലാനുകളും കൊണ്ട് മെനഞ്ഞ് ഭരണമുറപ്പിക്കാനുള്ള പെടാപ്പാടിലാണ് ഇപ്പോൾ CPM നേതാക്കൾ. ഇപ്പോൾ അടുത്ത വർഷം ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂട്ടാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഓർഡിനൻസ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനായി തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുമെന്നാണ് സൂചന. 1200 വാർഡുകൾ പുതിയതായി രൂപപ്പെടും. ഭരണം പിടിക്കാൻ അനുകൂലമാകുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്താവും പുതിയ വാർഡുകൾ ഉണ്ടാകുക എന്നതാണ് സൂചന. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 4 മുതിർന്ന IAS-കാരും അംഗങ്ങളായ സമിതിക്കാണ് ഇതിനുള്ള ചുമതല. നടപടികൾ പൂർത്തിയാക്കാൻ 6 മാസമെങ്കിലും എടുക്കുമെന്നാണ് വിവരം. നിലവിൽ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ 21,865 ജനപ്രതിനിധികളാണുള്ളത്. പുതിയ നീക്കങ്ങൾ പ്രകാരം ഇനി 1200 അംഗങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇവർക്ക് ഓണറേറിയം നൽകാൻ 5 വർഷം 67 കോടി രൂപ അധികമായി വേണ്ടിവരുമെന്നാണ് കണക്ക്. ജനസംഖ്യയ്ക്ക് ആനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് കൂട്ടുന്ന തരത്തിൽ പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്താനാണ് ഇപ്പോഴുദ്ദേശിക്കുന്നത്. പഞ്ചായത്തുകളിൽ 1000 പേർക്ക് ഒരു വാർഡ് എന്നാണ് കണക്ക്. ജനസംഖ്യ വർദ്ധിച്ചെന്ന് വിലയിരുത്തിയിട്ടാണ് പുനർനിർണയം നടത്തുന്നതെന്ന് സർക്കാർ പറയുന്നു. ചെറിയ പഞ്ചായത്തുകളിൽ 13ഉം വലുതിൽ 23ഉം വാർഡാണ് നിലവിലുള്ളത്. ഭേദഗതിയോടെ ഇത് 14ഉം 24ഉമായി ഉയരും. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് 2019 ജനുവരിയിൽ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കിയെങ്കിലും ഗവർണർ അതിനൊപ്പിട്ടിരുന്നില്ല. 2020 ഫെബ്രുവരിയിൽ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചെങ്കിലും കോവിഡിനിടെ വാർഡ് വിഭജനം അസാധ്യമായതിനാൽ മറ്റൊരു ഓർഡിനൻസ് ഇറക്കി നിയമ ഭേദഗതി ഉപേക്ഷിക്കുകയായിരുന്നു. ജനസംഖ്യ പരിഗണിച്ചാവണം തദ്ദേശ ജനപ്രതിനിധികളുടെ എണ്ണം നിശ്ചയിക്കേണ്ടതെന്ന് പഞ്ചായത്തി രാജും മുനിസിപ്പൽ ആക്ടുകളുടെ വ്യവസ്ഥയുണ്ട് എന്നും കൂടുതൽ പേർക്ക് പ്രാദേശിക ഭരണത്തിൽ കടന്നുവരാൻ അവസരം ഒരുക്കണമെന്നും അതിലൂടെ വികസനത്തിൽ കൂടുതൽ ജനാധിപത്യം ഉറപ്പിക്കാമെന്നും ഭരണഘടനാപരമായിട്ടുള്ള ആനുപാതികം പ്രാതിനിധ്യം ശക്തിപ്പെടുത്തണമെന്നും തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടത് സർക്കാരിന്റെ തീരുമാനം. എന്നാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ വോട്ട് കൂട്ടാൻ വേണ്ടി തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പെടാപ്പാടാണ് എന്നത് ഉറപ്പാണ്.